ഹലോ ഡിയേഴ്സ്, സർക്കിൾസിൽ നിന്നും സോൾഡ്സിൽ നിന്നും ചോദിക്കുന്ന തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇൻ സ്ക്വയർ പിരമിഡ് in any square pyramid the squares of the height, slant height, lateral edge are in arithmetic sequence. നമ്മൾ ഇവിടെ പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്കിവിടെ തെളിയിക്കേണ്ടത് എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ, ഇ സ്ക്വയർ, ഇത് മൂന്നും അരിത്മെറ്റിക് സീക്വൻസിലാണെന്നാണ്, സമാന്തര ശ്രേണിയിലാണ് എന്നതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. നോക്കിക്കോ, എല്ലാവരും കൃത്യമായിട്ട് നോക്കിക്കോ. നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ് ലായും അതുപോലെ തന്നെ ഇലയും, ശരിയല്ലേ? ലാ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇത് നമുക്കറിയാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത് ഞാൻ എഴുതുന്നു ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ എൽ സ്ക്വയറിന് പകരം എൽ സ്ക്വയർ എന്തിന് ഈക്വലാ? a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയറിന് ഈക്വൽ ആണ് എൽ സ്ക്വയർ. സോ എൽ സ്ക്വയറിന് പകരം a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എഴുതി, പ്ലസ് a/2 ഹോൾ സ്ക്വയർ. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, എന്താ ചെയ്തിട്ടുള്ളത്? എൽ സ്ക്വയർ എന്നുള്ളതിന് പകരം ഞാൻ എന്തെഴുതി? a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അത് അങ്ങോട്ട് എടുത്ത് എഴുതി, അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ, a/2 ഹോൾ സ്ക്വയർ രണ്ട് തവണ വരുന്നുണ്ട്, 2 into a/2 ഹോൾ സ്ക്വയർ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ, എ സ്ക്വയർ. ഓക്കെ, ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് 2 into a/2 ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, എച്ച് സ്ക്വയറിനോട് ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് എൽ സ്ക്വയർ കിട്ടുന്നത്. എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ ആൻഡ് ഇ സ്ക്വയർ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്, അല്ലേ? അരിത്മെറ്റിക് സീക്വൻസിലാണ്. എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ, ഇ സ്ക്വയർ ഇവ സമാന്തര ശ്രേണിയിലാണ്. സമാന്തര ശ്രേണിയിലാണ്. എന്തുകൊണ്ടാ? ഇതിന്റെ ആദ്യ പദം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ, ആദ്യ പദം എഫ് എന്ന് പറയുന്നത് എച്ച് സ്ക്വയറും കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് a/2 ഹോൾ സ്ക്വയറുമാണ്, ശരിയല്ലേ? ആദ്യ പദത്തോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ, ആദ്യ പദം ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടുന്നു, അപ്പോൾ നമുക്ക് രണ്ടാം പദം. ആദ്യ പദം അതിനോട് രണ്ട് തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് മൂന്നാം പദം, ശരിയല്ലേ? അപ്പൊ ഇതെന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അത്രയേ ഉള്ളൂ പ്രൂഫ്. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. പ്രൂവ് ദാറ്റ് എ കോൺ മെയ്ഡ് ബൈ ബെൻഡിങ് എ സർക്കിൾ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. അപ്പൊ നമുക്ക് എഴുതാം x/360 is equal to r/l. ഇത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, ശരിയല്ലേ? എക്സ് എന്ന് പറയുന്നത് 120 ആണ്. 120/360 is equal to r/l, ശരിയല്ലേ? 120/360 ചെറുതാക്കിയാൽ 1/3, ശരിയാണല്ലോ? 120/360 ചെറുതാക്കിയാൽ 1/3, that is equal to r/l. അപ്പൊ ക്രോസ് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ l is equal to 3r എന്ന് നമുക്ക് കിട്ടും, ശരിയല്ലേ? l is equal to 3r. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫേസ് ഈസ് 3 times ദ ബേസ് ഏരിയ. ബേസ് ഏരിയ അഥവാ പാദപരപ്പളവ് എന്ന് പറയുന്നത്, പാദപരപ്പളവ് എന്താണ്? πr സ്ക്വയർ ആണ്. പാദപരപ്പളവ് πr സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ, വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് πrl ആണല്ലോ. ഇവിടെ എല്ലിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? πr into l. l എന്ന് പറയുന്നത് 3r. l എന്ന് പറയുന്നത് 3r ആണ്. l 3r ആണെങ്കിൽ that is equal to 3πr into r സ്ക്വയർ. 3πr സ്ക്വയർ എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. 3πr സ്ക്വയർ. ഓക്കെ, കൃത്യമായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക.
3πr². L 3r ആയതുകൊണ്ടാണ് അത് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ πr² എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? πr² എന്ന് പറയുന്നത് ബേസ് ഏരിയ. സോ നമുക്ക് എന്ത് എഴുതാം? curved surface area is equal to 3 times base area. 3 into base area. Okay. വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? 3 into πr². πr² എന്ന് പറയുന്നത് പാദ പരപ്പളവ്. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൂഫ്. വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിളായിട്ട് എൻ്റെ മക്കളെ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എഴുതാം. അപ്പം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ +1 +2 സൈലത്തോടൊപ്പം പഠിച്ചുകൊണ്ട് നീറ്റും ജെയും ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നേടാനുള്ള അവസരമാണ്. നമ്മളുടെ നെക്സ്റ്റ് എക്സാമിനേഷൻ ഏപ്രിൽ 2-ാം തീയതി രാവിലെ 10 മണി മുതൽ 11:30 വരെയാണ് എക്സാം ഉള്ളത്. സോ രജിസ്റ്റർ ചെയ്യാത്ത മക്കളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്കുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങൾ വലിയ വലിയ സാലറിക്കുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ ഇതിൽ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിക്കേണ്ടത്. അതിൻ്റെ എൻട്രൻസുകൾ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ആണ് സൈലം സ്കൂളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡുകൾ ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ വരച്ചിട്ടുണ്ട്. ABC. ഈ സർക്കിൾ കടന്നു പോകുന്ന പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. ഞാൻ സിയും ഡിയും ജോയിൻ ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. നമുക്ക് തെളിയിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ഡി എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പം തെളിയിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ജോയിൻ സി ഡി. ഓക്കെ, സി ഡി എന്ന് പറയുന്നത് യോജിപ്പിക്കുക. അങ്ങനെ സി ഡി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻ ട്രയാങ്കിൾ ADC, ത്രികോണം ADCയിൽ ആംഗിൾ ADC എന്ന് പറയുന്നത് എത്രയായിരിക്കൂടാ? ആംഗിൾ ADC 90 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ആംഗിൾ ADC 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയുന്ന കാര്യമാണ് AC-യും BC-യും തുല്യമാണ്. എന്തുകൊണ്ടാ? സമപാർശ്വ ത്രികോണാണ്, ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ തുല്യമായ വശങ്ങളാണ് AC-യും BC-യും. അപ്പൊ നമുക്ക് എന്തെഴുതാം? AD എന്ന് പറയുന്നത് ഇതൊരു മട്ട ത്രികോണാണ്. 90 ഡിഗ്രി ആയതുകൊണ്ട് മട്ട ത്രികോണാണ്. √ഓഫ് AC സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് CD സ്ക്വയർ. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് 90 ഡിഗ്രി വരുന്നത്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഈ ആംഗിൾ ADC 90 ഡിഗ്രി, അതിന്റെ റീസൺ എഴുതണം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, അതായത് അർദ്ധവൃത്തത്തിലെ കോണ്. അതായത് ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അർദ്ധവൃത്തത്തിലെ കോൺ എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി AD എന്ന് പറയുന്നത് AC BC ഈക്വൽ ആയതുകൊണ്ട് BC സ്ക്വയർ മൈനസ് CD സ്ക്വയർ. ഓക്കെ, കാരണം എന്താ? ഇത് രണ്ടും ഈക്വൽ ആണ്. AC എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √ഓഫ് BC സ്ക്വയർ മൈനസ് CD സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു BD. അല്ലേ? എന്തുകൊണ്ടാ ഇത് നമുക്ക് പറയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാ? BC സ്ക്വയർ ആംഗിൾ CDB എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. ശരിയല്ലേ? കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, റീസൺ ആയതുകൊണ്ട് 3 കുത്തുകൾ ഇങ്ങനെ ഇട്ടാൽ മതി. ADB എന്ന് പറയുന്നതും CDB എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. കാരണം AC എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും ഡയമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി. ഇപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഐഡിയ വെച്ച് കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം AD യും BD യും ഈക്വൽ ആണ്. AD യും BD യും
ഈക്വൽ ആണ്. സോ എ ഡിയും ബി ഡിയും ഈക്വൽ ആയതുകൊണ്ട് therefore നമുക്ക് എന്ത് പറയാം, therefore D is the midpoint. D എന്താണ്? മിഡ് പോയിന്റ് ആണ്. D മധ്യബിന്ദുവാണ്. ഓക്കെ, D എന്ന് പറയുന്നത് മധ്യബിന്ദുവാണ് എന്ന് നമുക്ക് എഴുതി വെക്കാം. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഇപ്പോ ഈ കാണുന്ന രണ്ട് കോഡ്സും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. പരസ്പരം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന രണ്ട് ഭാഗവും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർദ്ധവൃത്തം കിട്ടും എന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ കിട്ടുക? അർദ്ധവൃത്തം. എല്ലാവരും ശ്രദ്ധിച്ചോ, ജസ്റ്റ് സെന്റർ എടുക്കുക, സെന്ററിലേക്ക് ഇത് ജോയിൻ ചെയ്യും. അപ്പോൾ ഈ കാണുന്ന സെൻട്രൽ ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ കാണുന്ന പോയിന്റിന് ഞാൻ പേര് കൊടുക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ പോയിന്റിന് ഈ പോയിന്റിന് ഇ എന്ന് പേര് കൊടുക്കുന്നു. എയും ഡിയും തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുന്നു. എയും ഡിയും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചോ, ജോയിൻ എ ഡി യോജിപ്പിക്കുക. അങ്ങനെ എ ഡി യോജിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എൻ്റെ മക്കളെ ശ്രദ്ധിച്ചോ, ലെറ്റ് ഇൻ ട്രയാങ്കിൾ AED, ത്രികോണം AEDയിൽ ആംഗിൾ ADE, ലെറ്റ് ആംഗിൾ ADE ഈക്വൽ എക്സ്. ആംഗിൾ ADE എക്സ് ആയാൽ നിങ്ങൾ ഇവിടെ നോക്ക്, ആംഗിൾ AED എന്ന് പറയുന്നത് 90 ആണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ DAE എന്ന് പറയുന്നത് എത്ര വരും? 90 മൈനസ് എക്സ്. ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? ഇതൊരു മട്ട ത്രികോണാണ്. ഇതിനകത്ത് ഒരാംഗിൾ എക്സ്, ഒരാംഗിൾ 90, അപ്പം മൂന്നാമത്തത് 90 മൈനസ് എക്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, ആംഗിൾ എ, ഈ പോയിന്റിന് OC എന്ന് പറയുന്നത്, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ അതിന്റെ ഡബിൾ ആണ് ഇവിടെ വരിക, 2x. ശരിയല്ലേ? എക്സിന്റെ ഡബിൾ 2x. ആംഗിൾ DOB എന്ന് പറയുന്നത് 2 into 90 minus x, that is equal to 180 minus 2x. ശരിയല്ലേ? ഈ കാണുന്ന ആംഗിൾ 90 മൈനസ് എക്സ് ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ അതിന്റെ ഡബിൾ 180 മൈനസ് 2x. നോ ഡൗട്ട്. സോ നമുക്ക് എന്ത് കൂട്ടാം? ആംഗിൾ AOC പ്ലസ് ആംഗിൾ DOB ഈസ് ഈക്വൽ ടു 2x പ്ലസ് 180 മൈനസ് 2x. അത് രണ്ടും ക്യാൻസൽ ആയാൽ 180 ഡിഗ്രി. സോ ഈ രണ്ട് ആർക്കുകളുടെയും സെൻട്രൽ ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ therefore APC and BQD together make a semicircle. അതായത് APCയും BQDയും ചേർന്ന് എന്തുണ്ടാക്കും? അർദ്ധവൃത്തം ഉണ്ടാകും. ഓക്കെ, അത് കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതി വെക്കാം. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് മക്കളെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പ്രൂഫാണ്. ഓക്കെ, പരസ്പരം ലംബമായിട്ടുള്ള ഞാണുകളാണെങ്കിൽ ഈ രീതിയിലാണ് ആ കാണുന്ന രണ്ട് ആരങ്ങൾ ചേർന്ന് അർദ്ധവൃത്തം ഉണ്ടാകുമെന്ന് തെളിയിക്കേണ്ടത്. ഓക്കെ, പോകുന്ന റൂട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐസോസിലസ് ട്രപ്പീസിയം സൈക്ലിക് ആണെന്നാണ് തെളിയിക്കേണ്ടത്. AB എന്ന് പറയുന്നത് CDക്ക് സമാന്തരാണ്. ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ Bക്ക് ഈക്വൽ ആണ്. ഇതൊക്കെ ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകതയാണ്. ഇനി ആംഗിൾ Aയും ആംഗിൾ Dയും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി വരാനുള്ള കാരണം കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ആംഗിൾ എയും ആംഗിൾ ഡിയും.
ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി വരാനുള്ള കാരണം ആന്തര സഹകോൺ. ആന്തര സഹകോൺ. ആന്തര സഹകോൺ. ഇനി ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ആണല്ലോ, കാരണം എന്താ? ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡുകളുടെ മുകളിലുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. Therefore നമുക്ക് എന്ത് പറയാം? ഇത് 1, ഇത് 2, രണ്ടും വെച്ചിട്ട് നമുക്ക് പറയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിയാൽ 180 ആണ്. സോ അല്ലെ, ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 ആണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 ആണ്. Therefore ABCD is cyclic. ABCD എന്താണ്? ചക്രീയ ചതുർഭുജമാണ്. ഓക്കെ, ABCD എന്ന് പറയുന്നത് ചക്രീയ ചതുർഭുജമാണ് എന്ന് നമുക്ക് പറയാം. എന്താ സാധനം? ഐസോസിലസ് ട്രപ്പീസിയം. ഐസോസിലസ് ട്രപ്പീസിയം മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് സമപാർശ്വ ലംബകം. അതെന്താണ്? ചക്രീയമാണ് എന്ന് നമുക്ക് തെളിയിക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി prove that in a cyclic quadrilateral the outer angle at any vertex is equal to the inner angle at opposite vertex. കൃത്യമായിട്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിൾ. ഇവിടെ ആംഗിൾ എ, ഈ കാണുന്നതിന് പേര് കൊടുക്കുകയാണ് ABCDE. ഓക്കെ, ആംഗിൾ എയും ആംഗിൾ BCEയും കൂടെ കൂട്ടിയാൽ എത്രയാടാ? 180 ഡിഗ്രി. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി, എതിർ കോണുകൾ അനുപൂരകമാണ്. ഇപ്പോ ചക്രീയ ചതുർഭുജാണെങ്കിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ആംഗിൾ DCE പ്ലസ് ആംഗിൾ BCE. ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി. എന്തുകൊണ്ടാ? ലീനിയർ പെയർ. ശരിയല്ലേ? ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി ആണോ? രേഖീയ ജോഡി ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, ഈ കാണുന്ന രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 180 ആവാനുള്ള കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെ, എതിർ കോണുകൾ. എതിർ കോണുകൾ ആയതുകൊണ്ട് രണ്ടും കൂട്ടിയാൽ 180. ആലോചിച്ച് നോക്കടാ, ഇത് കൂട്ടിയാലും 180. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എയും ആംഗിൾ BCEയും കൂടെ കൂട്ടിയാലല്ല 180. ആ എഴുതിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. എന്താണ്? BCDയും കൂടെ കൂട്ടിയാലാണ് 180. ശരിയല്ലേ? BCD. എല്ലാരും ഒന്നിങ്ങോട്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നോക്ക്, ഈ കാണുന്ന രണ്ട് ആംഗിൾ കൂട്ടിയാൽ 180 ആണ്. കാരണം എതിർ കോണുകൾ. ഇത് രണ്ടും കൂടെ കൂട്ടിയാലും 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കൂലേ? ആയിരിക്കും. അതങ്ങ് ഡയറക്റ്റ് എടുത്ത് മതി. Therefore ആംഗിൾ A is equal to ആംഗിൾ BCE. വളരെ സിമ്പിൾ പ്രൂഫാണ്. രണ്ട് സ്റ്റെപ്പ് എഴുതാനേ ഉള്ളൂ. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇത് രണ്ടും ലീനിയർ പെയർസ്, ഇത് രണ്ടും എതിർകോണുകൾ, ഇത് രണ്ടും രേഖീയ ജോഡികൾ. അപ്പൊ കൂട്ടിയാൽ 180. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ് എന്ന് നമുക്ക് എഴുതി വെക്കാം. വളരെ സിമ്പിൾ. ഓക്കെ,
അടുത്തതായിട്ട് നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ശ്രദ്ധിച്ചേ, ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് ABCD. ലെറ്റ് ചെയ്യേണ്ട കാര്യം അസ്യൂം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക. അസ്യൂം എന്ന് പറഞ്ഞാൽ വിചാരിക്കുക. ABCD ഈസ് എ നോൺ ഐസോസിലസ് trapezium which is cyclic. ഓക്കെ, നമുക്കിത് സൈക്ലിക് അല്ല എന്ന് തെളിയിക്കേണ്ടത്. ഐസോസിലസ് അല്ലെങ്കിൽ സൈക്ലിക് അല്ല എന്ന് തെളിയിക്കണം. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു? ഐസോസിലസ് അല്ലെങ്കിലും സൈക്ലിക് ആകും എന്ന് വിചാരിച്ചു. ഓക്കെ, സൈക്ലിക് ആകും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയുന്ന കാര്യമാണ് ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. ഇത് എഴുതുന്നതിന് മുമ്പ് ഇക്കാര്യം ഒന്ന് മലയാളത്തിൽ എഴുതി വെക്കട്ടെ. ശ്രദ്ധിച്ചോ, ABCD ചക്രീയമായ സമപാർശ്വമല്ലാത്ത എന്താണ്? ABCD ചക്രീയമായിട്ടുള്ള സമപാർശ്വമല്ലാത്ത ലംബകമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടി എത്രയാ? 180. കാരണം കോ ഇൻറ്റീരിയർ ആംഗിൾസ് അഥവാ ആന്തര സഹകോൺ ആണല്ലോ. ഈ കാണുന്ന രണ്ട് ആംഗിൾ കൂടെ കൂട്ടിയാൽ 180 ആണ്. ഇനി ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിയാലും 180 ഡിഗ്രി. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് അഥവാ എതിർകോണുകൾ. ഈ രണ്ട് കാരണം വെച്ച് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് കാരണങ്ങൾ അനുസരിച്ച് ആംഗിൾ എയും ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ശരിയല്ലേ? ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്? ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെങ്കിൽ ABCD ഈസ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം. നമ്മൾ ഐസോസിലസ് അല്ല എന്നാണ് എടുത്തത്, പക്ഷെ എന്താണ്? സൈക്ലിക് ആണെങ്കിൽ അതെന്താണ്? ഐസോസിലസ് ട്രപ്പീസിയം ആണ്. ഓക്കെ, നമുക്ക് തെളിയിക്കേണ്ടത് ഐസോസിലസ് അല്ലെങ്കിൽ ചക്രീയമല്ല. പക്ഷെ നമ്മൾ എന്തെടുത്തു? ഐസോസിലസ് അല്ല പക്ഷെ ചക്രീയമാണെന്ന് എടുത്തു. ചക്രീയമാണ് എന്നെടുത്തിക്കെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതൊരു ആ ട്രപ്പീസിയം ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് കിട്ടും. സോ ഐസോസിലസ് ട്രപ്പീസിയം ABCD ഒരു സമപാർശ്വ ലംബകമാണ്. which is a contradiction എന്നില്ല. അതായത് നമ്മൾ വിചാരിച്ചത് എന്താണ്? ഐസോസിലസ് അല്ല എന്ന് വിചാരിച്ചു, പക്ഷെ ആണെന്ന് കിട്ടി. which is a contradiction. അത് നമ്മൾ വിചാരിച്ചതിന് വിരുദ്ധമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് പറയാം? ഈ സെന്റൻസ് നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ഈ സെന്റൻസ് വീണ്ടും എടുത്തിയത് സമപാർശ്വം അല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ല. ഓക്കെ, ഈ സെന്റൻസ് വീണ്ടും എടുത്ത് എഴുതുക. അത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ മതി. ലാസ്റ്റ് ആയിട്ട് ഒറ്റൊരു ക്വസ്റ്റ്യനും കൂടെ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് തെളിയിക്കേണ്ടത് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഇതിന്റെ രണ്ടിന്റെ ലെങ്ത് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ലെങ്ത് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. വേറെ ഒന്നും തന്നിട്ടില്ല. പാരലൽ ആണെന്ന് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, രണ്ടും നോട്ട് പാരലൽ അല്ല, പക്ഷെ ലെങ്ത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ABDC സൈക്ലിക് ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ABDC സൈക്ലിക് ആണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ടാസ്ക്. എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ABDC സൈക്ലിക് ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. അടിപൊളിയായിട്ട് ഞാനുണ്ട് പഠിപ്പിച്ചു. ഓക്കെ, ABDC സൈക്ലിക് ആണെന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. ഓക്കെ, ABDC സൈക്ലിക് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോയിൻ PQ.
ജോയിൻ പി ക്യു. പി ക്യു എന്താക്കുക? യോജിപ്പിക്കുക. പി ക്യു യോജിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചേ, ലെറ്റ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു എക്സ്. ആംഗിൾ ബി എക്സ് ആണെങ്കിൽ ആംഗിൾ ക്യു പി സി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇന്നർ ആംഗിൾ ഇപ്പുറത്തുള്ള ഔട്ടർ ആംഗിളിന് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ആംഗിൾ ക്യു പി സിയും എക്സ്. കാരണമായിട്ട് എന്ത് എഴുതുക? എ ബി ക്യു പി ഈസ് സൈക്ലിക്. എ ബി ക്യു പി ചക്രീയമാണ് അല്ലേ? ചക്രീയ ചതുർഭുജാണെങ്കിൽ ഒരു മൂലയിലുള്ള അകങ്കോൺ എതിർമൂലയിലുള്ള പുറംകോണിന് തുല്യമാണ്. ഇന്നർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഈക്വൽ ടു ഔട്ടർ ആംഗിൾ അറ്റ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ആ ഐഡിയ. ഇനി ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. കാരണം എന്താ? ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. കാരണം എന്താ? ആലോചിച്ച് നോക്ക്. 180 മൈനസ് എക്സ് വരാനുള്ള കാരണം പി ക്യു ഡി സി ഈ സൈക്ലിക്. പി ക്യു ഡി സി ചക്രീയമാണ്. ഇപ്പൊ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടിയാൽ എക്സ് പ്ലസ് 180 മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ കാണുന്ന ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി. അതായത് കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അത് രണ്ടും എന്താണ്? Therefore AB parallel to CD. അല്ലേ? എ ബിയും സി ഡിയും പാരലൽ ആണെങ്കിലാണ് ഇത് കൂട്ടിയാൽ 180 ഡിഗ്രി വരിക. കോ ഇന്റീരിയർ ആംഗിൾസ്, ആന്തര സഹകോണുകൾ. ആന്തര സഹകോണുകൾ കൂട്ടിയാൽ 180. ഓക്കെ. Sum of co-interior angles. Sum of co-interior angles equal 180. ഇതാണ് റീസൺ. ഓക്കെ. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. സം ഓഫ് കോ ഇന്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രി ആണെങ്കിൽ എ ബി എന്താണ്? സി ഡിക്ക് പാരലൽ ആണ്. ഈ കാണുന്ന ലൈനുകൾ പാരലൽ. വേറൊരു കാര്യം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കാണുന്ന ലെങ്ത് എ സി ഇസ് ഈക്വൽ ടു ബി ഡി. അതെന്താണ്? തന്നിട്ടുണ്ട്. Therefore എ ബി ഡി സി is an isosceles trapezium. അല്ലേ? എ ബി എന്ന് പറയുന്നത് സി ഡിക്ക് പാരലൽ ആണ്. എ സിയും ബി ഡിയും ഈക്വലും ആണെങ്കിൽ അതെന്താണ്? ഐസോസ്ലെസ് ട്രപ്പീസിയം. എ ബി ഡി സി is an isosceles trapezium. എ ബി ഡി സി ഒരു സമപാർശ്വ ലംബകമാണ്. അങ്ങനെ സമപാർശ്വ ലംബകമാണെങ്കിൽ therefore എ ബി ഡി സി ഈസ് സൈക്ലിക്. എ ബി ഡി സി ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജമാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് തെളിയിക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഓക്കെ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ഈ കാണുന്ന ചിത്രത്തിൽ ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങളോട് പറയാണ് 110 ഡിഗ്രി ആണ്. ഞാൻ തരാം 110. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ ഡി എത്രയാണെന്ന് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.